ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്ന പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സലിലെ വളരെ ഒരു സിമ്പിളായിട്ടൊരു ഫോർമുലയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഉപയോഗപ്രദമായൊരു ഫോർമുലയാണ്. അതായത് കറണ്ട് ഡേറ്റ് എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാമെന്നുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സാധാരണ ഡേറ്റ് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം എവിടെയെങ്കിലും ആവശ്യത്തിന് എൻ്റർ ചെയ്യുക, നമ്മൾ മാനുവലി എൻ്റർ ചെയ്യുക, ടൈപ്പ് ചെയ്ത്. ഇപ്പം ഇന്ന് 3-ാം തീയതി ഫെബ്രുവരി 3 03/02 2023 ഇങ്ങനെ എൻ്റർ ചെയ്ത് ഇങ്ങനെ എൻ്റർ ചെയ്ത് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പം വലിയൊരു ടേബിളാണ്. പലയിടത്തും ഇത് എൻ്റർ ചെയ്യണമെങ്കിൽ ഓരോ കോളത്തിൽ തന്നെ പല ഡാറ്റയുടെ കൂടി ഡേറ്റ് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോയി മാനുവലി ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഒരേ കോളത്തിൽ തന്നെ പലയിടത്തും നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്കത് ഒന്നി മാനുവലി ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ട് പോകണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് അത് മാത്രമല്ല, പിന്നെ ഇപ്പം അടുത്ത ദിവസം നെക്സ്റ്റ് ഡേയും നമ്മൾ കറണ്ട് ഡേറ്റ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ മാനുവൽ പോയി ടൈപ്പ് ചെയ്യണം. നാളെ 4-ാം തീയതി 4th ഫെബ്രുവരി, നാളെ പോയി 4th ഇവിടെ മാറ്റി കൊടുക്കണം. എന്നാലേ കറണ്ട് ഡേറ്റ് അവിടെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു ഫോർമുലയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിൻ്റെ ആ ഫംഗ്ഷൻ്റെ പേരാണ് ടുഡേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കറണ്ട് ഡേറ്റ് ആണ് വേണ്ടത്. കറണ്ട് ഡേറ്റ്. ഓക്കെ, കറണ്ട് ഡേറ്റ് കാണാനുള്ളൊരു ഫംഗ്ഷൻ ആണ് ടുഡേ ഫംഗ്ഷൻ. അതിൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഈക്വൽ സൈൻ, എല്ലാ ഫംഗ്ഷനും പോലെ ഈക്വൽ സൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടുഡേ. ഓക്കെ, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇടുക, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഇന്നത്തെ ഡേറ്റ് വന്നു 3rd February 2023. ഇപ്പം നാളെ നിങ്ങൾ ഈ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്താൽ ഇത് 4th February ആയിട്ട് ഓട്ടോമാറ്റിക്കലി മാറും. നിങ്ങൾ മാനുവലി പോയി മാറ്റി കൊടുക്കണ്ട, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അത്. ഓക്കെ, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും കറണ്ട് ഡേറ്റ് കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഫോർമുല നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് ഡേറ്റ് മാത്രമല്ല, ഇതും കൊണ്ട് നമുക്ക് തലേദിവസത്തെ ഡേറ്റോ 2 ദിവസം മുമ്പത്തെ ഡേറ്റോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് മുമ്പോട്ടുള്ള ഡേറ്റോ നമുക്ക് കാണിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം തലേദിവസത്തെ ഡേറ്റ് കാണുന്നില്ല, ഈക്വൽ സൈൻ ടുഡേ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. തലേദിവസത്തെ ഇന്നലത്തെ ഡേറ്റ് അപ്പം ഒരു -1 ഇട്ട് കൊടുക്കുക, അതായത് ഒരു ദിവസം ബാക്കിലോട്ട്. ഇന്നലത്തെ ഡേറ്റ് വന്നു 2nd February 2023. ഇനിയും അതല്ല, 2 ദിവസം മുമ്പുള്ള കാണണമെങ്കിൽ -2 കൊടുക്കുക. 1st February 2023. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പോട്ടുള്ള ഡേറ്റ്, അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പോട്ടുള്ള ഡേറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, സിമ്പിളാണ്. -1 പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. ടുഡേ +1. നാളത്തെ ഡേറ്റ് നമുക്ക് കിട്ടി 4th February 2023. ഇനി 2 ദിവസം മുമ്പോട്ടുള്ള ആണെന്നില്ല, അല്ലെങ്കിൽ 3 ദിവസം മുമ്പോട്ടുള്ള ആണെന്നില്ല, ടുഡേ +3. 6th February 2023. ഓക്കെ, അതാണ് ടുഡേ ഫംഗ്ഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ഫംഗ്ഷനാണിത്. എവിടെ നമുക്ക് യൂസ് ചെയ്യാം, പ്രത്യേകിച്ച് ഡേറ്റ് ഒക്കെ എൻ്റർ ചെയ്യേണ്ട സമയത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടാം. പിന്നെ ആദ്യമായിട്ടായി ചാനൽ വരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഞാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.